ഹലോ മക്കളെ, സ്റ്റഡി വൈബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റത്തെ ഇലക്ഷൻ എങ്ങനെയാണ് നടന്നത്. ഫസ്റ്റത്തെ ഇലക്ഷൻ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് 1951-52 കാലയളവിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ നടന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ മറക്കരുത്. ഡോക്ടർ സുകുമാർ സെൻ എന്ന് പറയുന്ന ആളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നമുക്കിനി നോക്കാം ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. 1951 ഒക്ടോബർ, 1952 ഫെബ്രുവരി എന്ന കാലയളവിനിടയിലായിട്ട് നടന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഇലക്ഷൻ നടന്നതെന്ന് ചോദിച്ചാൽ 1952 പറയുള്ളൂ. കാരണം 51 ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിന് 1952 ഇലക്ഷൻ എന്നാണ് പറയുക. ഏകദേശം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി, വോട്ടെണ്ണൽ, പോളിംഗ്, ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 6 മാസത്തോളം സമയം എടുത്തിട്ടാണ് ഈ ഇലക്ഷൻ പ്രോസസ്സ് കഴിയുന്നത്. അതിൽ മിക്കവാറും ആൾക്കാർ, അതായത് എല്ലാ ജനങ്ങൾക്കും ആദ്യത്തെ ഇലക്ഷനല്ലേ, ഫസ്റ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല താല്പര്യത്തോടു കൂടി വോട്ടൊക്കെ ചെയ്തു. ഇലക്ഷൻ, അതായത് തോറ്റവർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ തോറ്റെങ്കിലും ജയിച്ചവൻ എന്നേക്കാൾ മിടുക്കനാണല്ലോ എന്നൊരു സന്തോഷം ആണ് തോറ്റവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടതുപോലെ മോശമായിരുന്നില്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയം. പക്ഷേ അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കുന്നത് 21 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾക്ക് വോട്ട് കൊടുക്കുന്നതൊക്കെ വളരെ മോശമാണെന്ന് പ്രഖ്യാപിച്ച ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങൾക്ക് പോലും കുഴപ്പമായില്ല, അപകടകരമായില്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു നാഴികക്കല്ലായിട്ട് മാറി എന്ന് പറയാം നമുക്ക്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയും ഒക്കെ പത്രവാർത്തകൾ തെറ്റാണെന്ന്, അതായത് അവരാദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു നമ്മുടെ ദ റിസൾട്ട് പ്രൂവ്ഡ് ദി ക്രിറ്റിക്സ് റോങ്. വിമർശകരാണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള എവരി വൺ അക്സെപ്റ്റഡ് ആസ് എ ഫെയർ ഇലക്ഷൻ, ഒരു സുതാര്യമായ നല്ല നടപടിക്രമമായിട്ട് അതിനെ വിലയിരുത്താനായിട്ട് സാധിച്ചു. ഇറ്റ് ഈസ് എ ലാൻഡ് മാർക്ക് ഓഫ് ദി ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇനി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്, ഏത് പാർട്ടിയാണ് ഏറ്റവും രണ്ടാം സ്ഥാനത്തെത്തിയതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. രണ്ടാമതായിട്ട് എത്തിച്ചേർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 16 സീറ്റാണ് കിട്ടിയത്. ഒന്നാം സ്ഥാനത്തെത്തി ആദ്യം എത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 364 സീറ്റും ലഭിച്ചു. അപ്പോൾ 489 സീറ്റിലേക്കാണ് മത്സരം. അതിൽ 364 നേടി കോൺഗ്രസ് ഒന്നാം സ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 16 സീറ്റ് നേടി രണ്ടാം സ്ഥാനത്തും. ഇവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പാർട്ടി ഏത് എന്ന് ചോദിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക, മറക്കരുത്. ഇനി നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 4 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് കോൺഗ്രസ് ഡൊമിനൻസ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ ചോദിക്കുക. ഐഡൻറ്റിഫൈ എനി 4 ഫാക്ടേഴ്സ് ദാറ്റ് സപ്പോർട്ടഡ് ടു ഡൊമിനേറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാറിയോ എന്നായിരിക്കാം ചിലപ്പോൾ ചോദിക്കുക. ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എങ്ങനെയാണ് വിജയിച്ചത് എന്നായിരിക്കാം ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന് നോക്കാം. അതായത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്, ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിക്കുക. ഏറ്റവും നന്നായിട്ട് ചോദിക്കുക ദ കോൺഗ്രസ് ഡൊമിനൻസ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ് എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള എന്തെല്ലാം ഘടകങ്ങൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എന്തെല്ലാം ഘടകങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്തു കോൺഗ്രസിനെ ചോദിച്ചാൽ, ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സെ ജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. കാരണം അതിൻ്റെ ഏറ്റവും നല്ല ലീഡർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ദ പാർട്ടി വോൺ ദ ഇലക്ഷൻ വിത്ത് ദി തമ്പിങ് മെജോറിറ്റി ഓഫ് 364 ഔട്ട് ഓഫ് ദി 489 സീറ്റ്സ് ഇൻ ദി ലോക്സഭ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ലീഡർ തന്നെയാണ് അതിൻ്റെ ഫൗണ്ടർ, ആ ഇലക്ഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത്.
അപ്പോൾ ആ 489 സീറ്റിൽ 364 സീറ്റ് നേടി കോൺഗ്രസ് ജയിക്കുന്നു. രണ്ടാമത്തെ സ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 16 സീറ്റ് നേടി വരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും, കാരണം നമ്മൾ ഒരേ സമയം MP-മാരെയും MLA-മാരെയും തിരഞ്ഞെടുത്തുന്നു. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുമായിരുന്നു ആ തിരഞ്ഞെടുപ്പ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 16 സീറ്റ് കേന്ദ്രത്തിലേക്ക് സെക്കൻഡ് പ്ലേസിലെത്തി. സംസ്ഥാന നിയമസഭകളിലും മിക്കയിടത്തും ജയിച്ചത് കോൺഗ്രസ് തന്നെ ആയിരുന്നു. അത് തിരുവിതാംകൂർ, കൊച്ചി, നമ്മൾ കേരള സംസ്ഥാനം ഉണ്ടായിട്ടില്ല അന്ന്. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ്, ഒറീസ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേടി. അവസാനം ഈ 3 സംസ്ഥാനങ്ങളിൽ, അതായത് പ്രദേശങ്ങളിലും, അതായത് തിരുകൊച്ചിയിലും മദ്രാസിലും ഒറീസയിലൊക്കെ കൂട്ടുകക്ഷി മന്ത്രിസഭ പോലെ കോൺഗ്രസ് തന്നെയാണ് ഗവൺമെൻറ് രൂപീകരിച്ചത്. ചുരുക്കത്തിൽ ഇന്ത്യയിലാകമാനം കോൺഗ്രസ് പാർട്ടിയാണ് ഭരണം ഏറ്റെടുത്തത്. നെഹ്റു പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്തു. ഇതേ നടപടിക്രമം നമ്മൾ 1957 രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവിടെയും കോൺഗ്രസ് ആണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ 489 സീറ്റാണെങ്കിൽ 489 സീറ്റ്സ് ആണെങ്കിൽ സെക്കൻഡ് വണ്ണിൽ 494 ആണ്. അതിൽ 371, ഫസ്റ്റ് 364, ദെൻ സെക്കൻഡ് വൺ 371, തേർഡ് വൺ 1962 494 സീറ്റിലേക്കാണ് 361. മെജോറിറ്റി ഇത്തിരി കുറഞ്ഞു കോൺഗ്രസിൻ്റെ, 71 നിന്നും 61 ആയിട്ട്. മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഇത് കുറയുകയും ചെയ്തു. എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും മൊത്തം സീറ്റിൽ 3/4 കോൺഗ്രസ് നേടിക്കൊണ്ടാണ് ജയിച്ചു വന്നത്. എന്തായാലും അത് ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ, അതായത് FPTP ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ നടത്തിയ ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെയാണ് ജയിച്ചതായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, അതിൻ്റെ വിജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പം നമ്മളെ രാജ്യം ഭരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കി 1885 കോൺഗ്രസ് ഫോം ചെയ്തത്. അപ്പോൾ അത്രയും 1885 to 1947 1885 to 1947, 1885 മുതൽ 1947 വരെയുള്ള ആ കാലയളവിലെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം, ഇതൊക്കെ കോൺഗ്രസ് മതി നമുക്ക് എന്ന തോന്നൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് സഹായിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പാർട്ടി നമ്മുടെ FPTP സമ്പ്രദായം. ഇനി ഇതിപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ സീറ്റ് കൂടുതലാണെങ്കിലും വോട്ടിൻ്റെ എണ്ണം ചിലത് കുറവാണ് കോൺഗ്രസ്സിന്. സീറ്റിനനുസരിച്ചുള്ള വോട്ട് കുറവാണ്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസ് തന്നെ ജയിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ FPTP ഫോളോ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അനുസരിച്ച് ഒരു വോട്ടെങ്കിലും എതിരാളിയേക്കാൾ കൂടുതൽ കിട്ടിയാൽ നമ്മൾ ജയിക്കും എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ആര് ജയിച്ചു? കോൺഗ്രസ് തന്നെ ജയിച്ചു വരികയും പ്രതിപക്ഷത്തേക്കാൾ മുന്നിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി നമുക്കറിയേണ്ടത് നേച്ചർ ഓഫ് കോൺഗ്രസ് ഡൊമിനൻസ് എന്നുള്ള പോർഷനാണ്. എന്താണ് കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ സ്വഭാവം? നമ്മൾ എന്തിനപ്പോൾ കോൺഗ്രസ് ആണ് ജയിച്ച് അതിന് ഇത്ര പറയാൻ എന്തിരിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. നേച്ചർ ഓഫ് കോൺഗ്രസ് ഡൊമിനൻസ് എന്നുള്ളത് കോൺഗ്രസ് മേധാവിത്വത്തിലേക്ക് നയിച്ച അതായത് കാരണങ്ങളും കൂടി ഉണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി കോൺഗ്രസ് നേച്ചർ ഓഫ് കോൺഗ്രസ് ഡൊമിനൻസ് എന്നുള്ളത്, അതിൻ്റെ താഴെ കുറച്ച് പോയിന്റുകൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ റീസൺസ് ഫോർ കോൺഗ്രസ് ഡൊമിനൻസ് എന്നുള്ളതും ഉണ്ട്. അപ്പോൾ ആ റീസൺസ് ഫോർ നമ്മളിപ്പോൾ ഞാൻ പറയുകയുണ്ടായി. ഒന്ന്, നെഹ്റു ആണ് അതിൻ്റെ വിജയം, നെഹ്റു ആണ് അതിൻ്റെ നേതാവ്. പിന്നെ നമ്മളുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വം, അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യം 1885 to 1945 വരെയുള്ള കോൺഗ്രസിൻ്റെ ആ ദീർഘമായ കാലയളവ് എന്ന് പറയുന്നത് പൈതൃകം. അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തിത്വം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസ് ആണെന്നുള്ളത്, കോൺഗ്രസ്സിന് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളത്, അതൊക്കെ ഒരു കോൺഗ്രസിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോൺഗ്രസിൻ്റെ നേച്ചർ ഓഫ് കോൺഗ്രസ് ഡൊമിനൻസ് എന്താണെന്ന് നോക്കാം. അതായത് ലോകത്തിലെ ആദ്യത്തെ രാജ്യമൊന്നുമല്ല 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തന്നെ ജയിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ രാജ്യമൊന്നുമല്ല. അതായത് ചൈന, ക്യൂബ, അതുപോലെ തന്നെ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഏകകക്ഷി ഭരണം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ ആദ്യത്തെ 17 കൊല്ലമായി കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ചൈനയിലും ക്യൂബയിലും സിറിയയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ മ്യാൻമാർ, ബെലാറസ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലുമൊക്കെ ഏകകക്ഷി ഭരണം തന്നെയാണ്, വൺ പാർട്ടി ഡൊമിനൻസ് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ മെക്സിക്കോ, സൗത്ത് കൊറിയ, തായ്വാൻ തുടങ്ങിയവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ ഇതാണ്. പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്താ അറിയോ? ഇവിടെയൊക്കെ ഒരേ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. അവിടുത്തെ സ്ട്രോങ് എന്ന് പറയാവുന്നത് വൺ പാർട്ടിയാണ്. ആ പാർട്ടി തന്നെയാണ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ഷനിൽ ജയിച്ചു വന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ കുറേ പാർട്ടികളുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി,
അതുപോലെ കോൺഗ്രസ് പാർട്ടി, അങ്ങനെ കുറേ പാർട്ടികളുണ്ട്. വ്യത്യസ്തമായ കുറേ പാർട്ടികളുണ്ടായിട്ടും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുന്നു എന്നതാണ് നമുക്ക് മെച്ചം. അതായത് ആഫ്രിക്ക വൻകരയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതൊക്കെ നമ്മുടെ ഗാന്ധിജി അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അവിടെ ആഫ്രിക്കയിലെ ജനങ്ങൾ ആ പാർട്ടിയെ തന്നെയാണ് ഇലക്ഷൻ നടന്നപ്പോൾ ജയിപ്പിച്ചു വിട്ടത്. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി കൊണ്ടാണ്. അതുകൊണ്ട് അവിടുത്തെ ഭരണം നടത്തുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്തെടുത്താൽ PRI എന്ന് പറയുന്ന പാട്രിയോട്ടോ റവല്യൂഷണറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന റവല്യൂഷണറി പാർട്ടിയാണ്. അവിടെയും 60 വർഷമായി ആ പാർട്ടി തന്നെയാണ്. കാരണം അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവിടുത്തെ ജനങ്ങളെ സഹായിച്ചത് ആ പാർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി മാത്രമുള്ളത് ഒരു പാർട്ടി തന്നെ. ഈ ക്യാരക്ടർ ലോകത്തിലെ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും കോൺഗ്രസിനെ തന്നെ ജയിപ്പിച്ചു വിട്ടു. കാരണം ഇന്ത്യയിൽ കോൺഗ്രസ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ ഒരു പ്ലസ് പോയിൻ്റ്, ഇവിടെ നിറയെ പാർട്ടികളുണ്ട്, അതിൽ നിന്നാണ് കോൺഗ്രസ് ജയിച്ചു വരുന്നത്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ എന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് കോൺഗ്രസിൻ്റെ, അതായത് ചൈന, ക്യൂബ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഓൺലി വൺ പാർട്ടി ക്യാൻ റൂൾ ഓവർ ദി കൺട്രി. അത് മ്യാൻമറിലും ബെലാറസിലും ഈജിപ്തിലും മെക്സിക്കോയിലും സൗത്ത് കൊറിയയിലൊക്കെ അത് തന്നെയാണ് ഫോളോ ചെയ്തു വരുന്നത്. പക്ഷേ ദ കോൺഗ്രസ് ഓവ്സ് ദ സുപ്രമസി ടു ദ ഡേയ്സ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ വെൻ മെനി ഓഫ് ദ ലീഡേഴ്സ് വേർ ഇൻ ദി forefront. Secondly, the Congress was already a well-organized party with its own strategy of facing the polls, while many of the other parties were formed recently and hence their lack of experience. അത്രയും ഓർത്ത് വയ്ക്കും മക്കൾ. ഇനി നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ കോസസ്, കോൺഗ്രസിൻ്റെ ഡൊമിനൻസിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഫാക്ടർ എന്തൊക്കെയാണ് നോക്കിയാൽ അതിലൊന്ന് ഞാൻ പറഞ്ഞു, കോൺഗ്രസിൻ്റെ മന്ത്രിമാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷനിൽ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സും പാർട്ടി ലീഡേഴ്സും എല്ലാം തന്നെ നമ്മളുടെ ഫ്രീഡം മൂവ്മെൻറ്റിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇൻഡിപെൻഡൻറ്റ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ലീഡേഴ്സാണ് അവരിലെല്ലാവരിലും. പിന്നെ ഒരു ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, അതായത് ലോക്കൽ ഏരിയ മുതൽ ഹൈ ഏരിയ വരെയുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ ഓർഗനൈസേഷൻ വളരെ സ്ട്രോങ് ആണ്. പിന്നെ അതിൻ്റെ നാഷണൽ ലീഡർ എന്ന് പറയുന്നത്, കോൺഗ്രസിനെ ലീഡ് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അതിൻ്റെ ഐഡിയാസ് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളതിനേക്കാളും അതിൻ്റെ ഐഡിയകൾ വളരെ ക്വാളിറ്റി ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ അത് ടോളറേറ്റ്, മറ്റുള്ള പാർട്ടിക്കാരെയൊക്കെ മൊത്തം ജനങ്ങളെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ഇതെല്ലാം എല്ലാ ജനങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള അവരുടെ കഴിവെല്ലാം തന്നെ കോൺഗ്രസ്സിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു വന്നു. അപ്പോൾ ഞാനിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജയിക്കാനുള്ള 3 കാരണങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ആ നാഷണൽ ലീഡേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസും സ്ട്രാറ്റജിയും ഐഡിയോളജിയും, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഗ്രേറ്റ് ടോളറൻസ്, ഇഫക്റ്റിംഗ് മാനേജിങ് ദ കോയിലേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഐഡിയോളജീസ്, അക്കോമഡേറ്റിംഗ് ദി കൺസർവേറ്റീവ് ആസ് വെൽ ആസ് ദ റവല്യൂഷണറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഈ വിജയത്തിലേക്ക് നയിച്ച ഈ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാമാണ് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്ന് ഇത്രയും മതി മക്കളെ. പക്ഷേ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. കോൺഗ്രസ് എന്തുകൊണ്ട് ആദ്യത്തെ 3 ഇലക്ഷനിൽ ജയിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ റീസൺസ് ഫോർ കോൺഗ്രസ് ഡൊമിനേഷൻ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ ഓരോ പാർട്ടികളെക്കുറിച്ചും നമുക്ക് പഠിച്ചെടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള മറ്റ് പാർട്ടികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും കൂടാതെ ഈ സ്വതന്ത്ര പാർട്ടി, ഭാരതീയ ജനസംഘം, ഇങ്ങനെ ഒരു 4 പാർട്ടികളെക്കുറിച്ച് കൂടി പഠിക്കാനുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം കൺഫേം ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ആൻസർ കൂടി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് പോകാം. നിങ്ങൾ ഇത് ഇഷ്ടമായാൽ നമ്മുടെ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ഒരു തവണ കേൾക്കണ പോലെ 2-3 തവണ കേൾക്കുക. അത് നിങ്ങളെ കൂടുതൽ ഓർക്കാൻ സഹായിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. കിട്ടുന്നത്രയും ക്ലാസ്സുകൾ ആനുവൽ എക്സാം ആകുമ്പോഴേക്കും ഞാൻ മുഴുവനും എടുത്ത് തീർക്കുന്നതായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർഡ് ആവുക. അപ്പോൾ എല്ലാവർക്കും മോഡൽ എക്സാം വരുമ്പോഴേക്കും ഓൾ ദ ബെസ്റ്റ്. മാക്സിമം നന്നായി പഠിക്കുക. ഒപ്പം നമ്മുടെ ക്ലാസ് കേൾക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ബെല്ലടിക്കുന്നതിനും ഒക്കെ ആയിട്ട്
അതിനൊപ്പം തന്നെ നന്നായി പഠിച്ച് നിറയെ മാർക്ക് വാങ്ങുന്നതിന് വഴി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.